നമ്മൾ ദിവസവും പല ആളുകളുമായിട്ടും ചാറ്റ് ചെയ്യുന്നവരാണ്. നമ്മൾ സാധാരണ ടൈപ്പ് ചെയ്ത് ചാറ്റ് ചെയ്യുന്നതിന് പകരം വോയിസ് ടൈപ്പിംഗ് ആണ് പല ആളുകളും ചെയ്തു വരാറ്. അതാകുമ്പോൾ നമുക്ക് വളരെ ഈസിയാണ്. നമുക്ക് എന്താണ് ചാറ്റ് ചെയ്യേണ്ടത് അതിങ്ങനെ പറഞ്ഞാൽ മതി, ഉടനെ തന്നെ നമുക്ക് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. അത് പല ലാംഗ്വേജിലുള്ളവർക്കും നമുക്ക് നമ്മുടെ ഭാഷയിൽ പറഞ്ഞിട്ട് അവരുടെ ലാംഗ്വേജിൽ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് ഗൂഗിളിന്റെ Gboard. ഇതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുമാത്രമല്ല, ആരെങ്കിലും മറ്റുള്ള ഭാഷയിൽ നമുക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവരെന്താണ് മെസ്സേജ് അയച്ചത് എന്ന് നമുക്ക് ഈ ഒരു Gboardലൂടെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇതൊക്കെ എങ്ങനെ Gboardലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. അതുമാത്രമല്ല, ഗൂഗിളിന്റെ Gboardൽ അടങ്ങിയിട്ടുള്ള കുറച്ച് ഫീച്ചറുകളും കൂടി, അതായത് പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒരാളുമായിട്ട് ചാറ്റ് ചെയ്യാൻ പോവാണ്. ഈ ഒരു പ്രൊഫൈൽ ഞാൻ തിരഞ്ഞെടുത്തു. ഇവിടെ കീബോർഡ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ തന്നെ വോയിസ് ടൈപ്പിങ്ങിനുള്ള മൈക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാൻ സാധിക്കും ഗൂഗിളിൻ്റെ Gboardൽ. ആ ഒരു സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ വോയിസ് ടൈപ്പിംഗ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് വോയിസ് ടൈപ്പിംഗ് ചെയ്യാൻ സാധിക്കുക. ഈ താഴെ കാണുന്ന ഗ്ലോബിൻ്റെ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്ത ലാംഗ്വേജ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ തന്നെ ലാംഗ്വേജ് സെറ്റിംഗ്സ് എന്ന ഭാഗം കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. താഴെ കാണുന്ന ലാംഗ്വേജ് സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത ലാംഗ്വേജുകളൊക്കെ തന്നെ ഇവിടെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് വേറെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആഡ് കീബോർഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള ലാംഗ്വേജ് ഇതിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാ ലാംഗ്വേജും, ഒരുപാട് ലാംഗ്വേജ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ മുകളിൽ ആ ഒരു ലാംഗ്വേജ് വന്നിരിക്കും. ഇനി നമുക്ക് വോയിസ് ടൈപ്പിംഗ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഇംഗ്ലീഷ് കീബോർഡിലാണ് ഉള്ളത്. ഇവിടെ ഗോളത്തിൻ്റെ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സെലക്ട് ചെയ്ത ലാംഗ്വേജ് ഇങ്ങനെ മാറ്റാൻ സാധിക്കും. ഇപ്പോൾ അറബിയിൽ വന്നു, ഇപ്പോൾ മലയാളത്തിൽ വന്നു. മലയാളത്തിൽ ഞാൻ കൈയെഴുത്ത് മാത്രമാണ് ഇവിടെ സെലക്ട് ചെയ്തത്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഓക്കെ, ഇവിടെ ആ ഒരു മൈക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സുഖം തന്നെയല്ലേ? കണ്ടോ, ഞാൻ പറഞ്ഞ ഉടനെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് അവിടെ വോയിസ് ടൈപ്പിംഗ് ആയിട്ട് വന്നു. നമുക്കിങ്ങനെ ടൈപ്പ് ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഇതര ഭാഷക്കാരുമായിട്ട് എങ്ങനെ നമുക്ക് അവരുടെ ലാംഗ്വേജിൽ ചാറ്റ് ചെയ്യാൻ സാധിക്കും? ഞാനിപ്പോൾ ഒരു പ്രൊഫൈൽ ഇവിടെ തിരഞ്ഞെടുക്കുകയാണ്. ഇവിടെ ഒരാൾ ഇപ്പോൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ അത് അറിയണമെങ്കിൽ നമുക്കിപ്പോൾ കീബോർഡ് ഓപ്പൺ ചെയ്യാം. കീബോർഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ഒരു ടെക്സ്റ്റ് ലോങ് പ്രസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് കോപ്പി ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ലോങ് പ്രസ് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു, കോപ്പി ചെയ്തെടുത്തു. ഓക്കെ, എന്നിട്ട് ഇവിടെ സ്ക്വയറിൻ്റെ ഐക്കൺ ഉണ്ടല്ലോ ഇവിടെ ഇടത് ഭാഗത്ത്, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ തന്നെ ട്രാൻസ്ലേറ്ററിൻ്റെ ഒരു ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വരും. മുകളിൽ നിങ്ങളുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ മലയാളം ടു ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ മലയാളം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഭാഷ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഇവിടെ ഏത് ലാംഗ്വേജിലാണ് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അത് ഇവിടെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് ടു മലയാളമാണ് വേണ്ടത്. ആ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ ഇംഗ്ലീഷ് ടു മലയാളം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ ഒരു ബാർ ഉണ്ടല്ലോ അവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് അതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അവരെന്താണ് പറഞ്ഞതെന്ന് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നീ എങ്ങോട്ടാണ് പോകുന്നത്, ദയവായി പുറത്ത് വന്ന് ഈ പാർസൽ എടുക്കൂ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതെന്താണെന്ന് നമുക്ക് ഇതിലൂടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ഇനി അവർക്ക് മറുപടി കൊടുക്കണമല്ലോ. അതിനായിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ആ ഒരു ടെക്സ്റ്റ് ഇവിടെ നിന്ന് നമുക്ക് മായ്ക്കാം. അതിനുശേഷം ഇവിടെ ഇടതുവശത്ത് കാണുന്ന ആ ഒരു സ്ക്വയറിൻ്റെ ചിഹ്നത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ട്രാൻസ്ലേറ്ററിൻ്റെ ആ ഒരു ഐക്കണിൽ പ്രസ് ചെയ്യാം. ഇവിടെ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. അതായത് മലയാളം ടു ഇംഗ്ലീഷ് ആക്കണം. ഇവിടെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിപ്പം മലയാളം ടു ഇംഗ്ലീഷ് ആയിട്ടുണ്ട്. ഇനി ആ മൈക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് കാത്തു നിൽക്കൂ, ഞാൻ ഉടനെ പുറത്തു വരാം. കണ്ടോ, ഞാനിപ്പോൾ മലയാളത്തിലാണ് പറഞ്ഞത്, ഇവിടെ അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ ഏത് ഭാഷക്കാരുമായിട്ടും ഈ ഒരു കീബോർഡിലൂടെ അവർ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അവരുടെ ലാംഗ്വേജിൽ നമുക്ക് ഡയറക്റ്റ് ചാറ്റ് ചെയ്യാനും, അതായത് വോയിസ് ചാറ്റ് ചെയ്യാനും ഈ ഒരു കീബോർഡിലൂടെ സാധിക്കും. ഇനി മറ്റൊരു ഫെസിലിറ്റി ഉള്ളത്, നമ്മളിപ്പോൾ ഗൂഗിൾ ക്രോം ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് ഗുഡ് മോർണിംഗിൻ്റെ ഒക്കെ പിക്ചർ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് അയക്കാറുണ്ടല്ലോ. അതിനൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ സെർച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പിക്ചറുകൾ ഇവിടെ ഇമേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പിക്ചർ, ഗുഡ് മോർണിംഗ് എന്ന് എഴുതിയ ആ ഒരു പിക്ചർ, ഇപ്പോൾ ഇതാണെങ്കിൽ ഇത്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പിക്ചർ, ഇതിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഇവിടെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കോപ്പി ഇമേജ് കൊടുത്താൽ മതി. ഓക്കെ, അത് കോപ്പി ആയിട്ടുണ്ട്. നമ്മുടെ ഗാലറിയിൽ ഈ ഒരു പിക്ചർ ഇല്ല. പക്ഷേ നമ്മളിപ്പോൾ കീബോർഡ് ഓപ്പൺ ചെയ്തിട്ട് നമ്മളൊരു സുഹൃത്തിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ കീബോർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ തന്നെ ആ ഒരു പിക്ചർ കാണാം. ഇനി കാണുന്ന
കാണുന്നില്ല എങ്കിൽ ഇടതുവശത്ത് കാണുന്ന സ്ക്വയറിന്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ക്ലിപ്പ് ബോർഡ് എന്ന ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താലും അത് കാണാൻ സാധിക്കും. പക്ഷേ ഈ ഒരു ടോഗിൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കൊടുക്കണം. അത് ഓഫിലാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പിക്ചർ കാണാൻ സാധിക്കില്ല. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് കോപ്പി ചെയ്തത്, പിക്ചർ ആണെങ്കിൽ പിക്ചർ, ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റ്, ഇവിടെ ക്ലിപ്പ് ബോർഡിൽ നിങ്ങൾ കാണാൻ സാധിക്കും. ഓക്കെ, ഇനിയിപ്പോൾ മറ്റൊരു പിക്ചർ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പിക്ചർ ഞാനിപ്പോൾ സെലക്ട് ചെയ്യാണ്, ലോങ് പ്രസ് ചെയ്തു, കോപ്പി ഇമേജ് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ആ കീബോർഡ് തുറന്നു നോക്കി കഴിഞ്ഞാൽ ആ ഒരു ക്ലിപ്പ് ബോർഡിൻ്റെ അകത്ത് ഇവിടെ ആ ഒരു സ്ക്വയറിൻ്റെ ചിഹ്നം, ഇപ്പോൾ ഞാൻ സ്ക്വയറിൻ്റെ ചിഹ്നം ക്ലിക്ക് ചെയ്യുകയാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിപ്പ് ബോർഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ 2 പിക്ചറും ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഏതാണ് വേണ്ടത് അത് ഇവിടെ സെലക്ട് ചെയ്യാം, സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു പിക്ചർ നമ്മുടെ ഗാലറിയിൽ കാണുകയില്ല, പക്ഷേ ക്ലിപ്പ് ബോർഡിൽ അത് സേവ് ആയി കിടക്കുന്നും ഉണ്ടാകും. അങ്ങനെ ഒരുപാട് നല്ല നല്ല ഫീച്ചറുകളുള്ള ഒരു കിഡിലൻ കീബോർഡാണ് ഗൂഗിളിൻ്റെ Gboard. ഇത് ഉപയോഗിച്ചവർക്ക് അറിയാം. പക്ഷേ ഇത് ഉപയോഗിക്കുന്ന പല ആളുകൾക്കും ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രത്യേകതകൾ അവർക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.